ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ധനുമാസ തിരുവാതിര കഴിഞ്ഞിട്ട് അമ്പലത്തിൽ തിരുവാതിരയുള്ള കാര്യം. ഉത്സവത്തോടനുബന്ധിച്ച് തിരുവാതിരയുള്ള ദിവസം ഇന്നായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് 12 മണി വരെയും ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നതായിരുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ മനസ്സിനെ അലട്ടുന്ന വിഷമങ്ങളുണ്ടായതുകൊണ്ട് തന്നെ ആഗ്രഹം തീരെ നമ്മൾ ധനുമാസ തിരുവാതിരയ്ക്ക് കളിച്ചല്ലോ, ഇനിയിപ്പം പോണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു സംശയമായിരുന്നു. പക്ഷേ 12 മണിയായപ്പോഴത്തേക്കും ചേച്ചി വിളിച്ചിട്ട് വാടി എന്ന് ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ പിന്നെ പോകാമെന്ന് കരുതി. അങ്ങനെ വൈകുന്നേരം ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ സമയമാകുമ്പോൾ കിടന്ന് ധൃതി പിടിക്കേണ്ടെന്ന് കരുതി ഒരു ചെറിയ പൗച്ചെടുത്ത് അതൊക്കെ അങ്ങ് മാറ്റി വെച്ച് കേട്ടോ. കാരണം കുഞ്ഞിച്ചക്കന് ഉറങ്ങുന്ന നേരം കൊണ്ടെല്ലാം പെട്ടെന്ന് ഒതുക്കി വെച്ചാലേ നമുക്ക് റെഡിയായി പോകാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ അണ്ടർസ്കർട്ട് ആണെങ്കിൽ കാണുന്നില്ലായിരുന്നു. അത് വീട് മാറിയപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് എങ്ങോട്ടോ വച്ചപ്പോൾ അതങ്ങ് മാറിപ്പോയി. അങ്ങനെ അത് മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ സേഫ്റ്റി പിന്നൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ നമ്മളിതേ ഒന്ന് തിരുവാതിര കളിച്ച് നോക്കി. ഞാൻ അന്ന് കെട്ടിപ്പൂട്ടി വെച്ചതാണ്, പിന്നെ ഇതുവരെ കളിച്ചിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ എൻ്റെ അന്നത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ആദ്യമേ സാരി ഉടുക്കാൻ കുറേ സമയം വേണ്ടി വന്നു. അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ നേരം ഇല്ല. അത്ര രീതിയിൽ എനിക്ക് സാരി ഉടുത്തപ്പോൾ ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് ഞാൻ സാരിയാണ് ആദ്യം എടുത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ കമ്മലെടുത്തിട്ടു. അപ്പോഴത്തേക്കും മുഖമെല്ലാം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ മാറി ഉണങ്ങിയായിരുന്നു. പിന്നെ സൺസ്ക്രീൻ എടുത്തിട്ടു. ഇത് തന്നെയാണ് എനിക്ക് മോയ്സ്ചറൈസറായിട്ടും പറ്റുന്നത്, ഇത് തന്നെയാണ്. അത് ഒന്ന് അബ്സോർവ് ആവുന്ന സമയം കൊണ്ട് മുടിയെല്ലാം ഒന്ന് കെട്ടൊക്കെ മാറ്റി, മുടിയുടെ കെട്ട് വീണ് കിടക്കുന്നതൊക്കെ ഒന്ന് മാറ്റി ചീകിയിട്ടു. അപ്പോഴത്തേക്കും സൺസ്ക്രീൻ മുഖത്ത് അബ്സോർബായി. പിന്നെ നമ്മുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ, അത് സാധാരണയിൽ കുറച്ച് കൂടുതലൊന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും നേരം നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമല്ലോ. അങ്ങനെ നമ്മുടെ സാധാ ഐലൈനർ വെച്ച് തന്നെ കണ്ണൊന്ന് എഴുതി ഒരു ചെറിയ വാലിട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ലിപ് ബാം ഇട്ടിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് കൂടെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അങ്ങനെ അത് ഈ കുഞ്ഞു പൊട്ട് അത് ചേച്ചി കൊണ്ട് തന്നതാണ് നേരത്തെ വന്നപ്പോൾ. അങ്ങനെ ഈ പൊട്ടും തൊട്ടു, കമ്മലിട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു, പൊട്ട് തൊട്ടു. ഇനി മാല സെലക്ട് ചെയ്യണം. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിന് ഇട്ടത്, ഈ മാല തന്നെയാണ്. ഈ മാല തന്നെ എടുത്തിട്ട് കേട്ടോ. അതിൻ്റെ പുറകിലത്തെ മണി പൊട്ടിപ്പോയി, എന്നാലും സാരമില്ല. ഇനിയുള്ള പ്രശ്നമാണ് മുടി കെട്ടുക എന്നുള്ളത്. അതെങ്ങനെയൊക്കെയോ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ദേ എൻ്റെ എക്സ്ട്രാ കാർക്കൂന്തൽ അതാണെങ്കിൽ അന്ന് ഉപയോഗിച്ചിട്ടെടുത്ത് വെച്ചതാണ്, എല്ലാം കെട്ട് വീണിരിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ അതും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. മുടിയുടെ കാര്യം വരുമ്പോഴാണ് ഫ്ലോപ്പ് ആവുന്നത്. എങ്ങനെ കെട്ടണമെന്നൊരു ഐഡിയയും ഇല്ലായിരുന്നു. ഇതൊക്കെ എങ്ങനെയൊക്കെയോ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് അവസാനം പൂ വയ്ക്കണം. ഇതാണെങ്കിൽ തുണിയുടെ പൂവാണ്, ആർട്ടിഫിഷ്യൽ പൂവാണ്, ഒറിജിനൽ മുല്ലപ്പൂ അല്ല. അപ്പോൾ അത് ഈ സ്ലൈഡിലോട്ട് അങ്ങോട്ട് കയറാൻ വലിയ പാടാണ്. ഇത് ഒറ്റയ്ക്ക് വെക്കാൻ പാടാണ് കേട്ടോ. അവർ കാണിച്ചു തന്ന ഹെയർ സ്റ്റൈലിൽ ഒറ്റയ്ക്ക് വെക്കാൻ വലിയ പാടാണ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് തൊടുത്തി വെച്ചതാണ്. അവിടെ ചെന്നിട്ട് വാവാച്ചിനെ കൊണ്ട് എങ്ങനെയൊക്കെ മാറ്റി വെപ്പിക്കാമെന്ന് കരുതി. അങ്ങനെ ഇത് റെഡിയായി. ഇതാണ് ഫൈനൽ ലുക്ക്. അവസാനം സിന്ദൂരം കൂടെ തൊട്ട് കേട്ടോ. നമ്മൾ അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലം. വയലിൻ്റെ നടുക്കൊരു അമ്പലമാണ് കേട്ടോ. ഇന്ന് കുഞ്ഞാവെ നോക്കാനുള്ള ഡ്യൂട്ടി അച്ചായിക്കാണ്. അച്ചായി നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ വളയാണെങ്കിൽ കവറിലാക്കിക്കൊണ്ട് പോയിട്ട് അവിടെ ചെന്നിട്ടാണ് ഇട്ടത് കേട്ടോ. ഇത് ഒരു കുഞ്ഞ് യൂട്യൂബറാണ്, ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലുള്ള കുട്ടിയാണ് കേട്ടോ. അവൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചി. അങ്ങനെ തിരുവാതിരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു, സായാഹ്ന ഭക്ഷണം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ള വിശേഷം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.